നമസ്കാരം. ഇത് കൊല്ലത്തെ ഇന്ത്യൻ കോഫി ഹൗസാണ്. 59 വർഷങ്ങൾ പ്രവർത്തിച്ച ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ന് ഇവിടെ പ്രവർത്തനം നിർത്തുകയാണ്. ഇന്ന് പൂട്ടിപ്പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് 15 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ്. അവിടുത്തെ ആ രുചിയും വൃത്തിയൊക്കെ കാരണം ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ വലിയൊരു ഫാനായിട്ട് ഞാൻ മാറി. പിന്നീട് അവിടെ പോയാലും ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ നമ്മൾ തിരഞ്ഞു പിടിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ വർഷക്കാലമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പരിസരത്ത് പോലും പോകുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയ പുതിയതെന്ന് വെച്ചാൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ വന്നിട്ടുണ്ട്. വെറൈറ്റി ഫുഡുകളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് യാതൊരു മാറ്റമില്ല. ഇവർ ആ ഒരു പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും തുടർന്നു പോവുകയാണ്. വെറൈറ്റി ഫുഡുകളൊന്നും പരീക്ഷിക്കുന്നില്ല. മാത്രമല്ല ടേസ്റ്റ് പോയിട്ടുണ്ട്. ആ പഴയ ടേസ്റ്റൊന്നും ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസുകളിലില്ല. ഇത് തന്നെ വളരെ ശോകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ടേസ്റ്റും ഇല്ല. ഒരു ആവറേജിനും താഴെയായിട്ടുള്ള ഫുഡായിട്ടാണ് ഇത് അനുഭവപ്പെട്ടത്. ഇതൊക്കെ ഇന്ന് കൂട്ടേണ്ട സമയം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ കോഫി ഹൗസുകളൊന്നും പൂട്ടിപ്പോകരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് മികച്ച നിലവാരമുള്ള ഭക്ഷണം കൊടുക്കണം, രുചിയുള്ള ഭക്ഷണം കൊടുക്കണം, വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം, കാലത്തിനൊത്ത് മാറണം. ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായ കഥ ഇങ്ങനെയാണ്. 1987 ജൂൺ 25 ബാംഗ്ലൂരിലെ കബ്ബൺ പാർക്കിൽ ഒരു തൊഴിലാളി സംഘടനയുടെ യോഗം നടക്കുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലും ആശങ്കയിലുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളെല്ലാം. വലിയൊരു പ്രതിസന്ധിയാണ് അന്ന് അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അവരടങ്ങുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജോലി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലെ കോഫി ബോർഡ് നേരിട്ട് നടത്തിയിരുന്ന കോഫി ഹൗസുകളുടെ ശൃംഖല കൂട്ടി അവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കമായിരുന്നു ചർച്ചാ വിഷയം. മാസങ്ങളോളമായി തുടർന്നു പോന്നിരുന്ന അനുനയ ശ്രമങ്ങളെല്ലാം ഫലം കാണാതെ പരാജയപ്പെട്ടിരിക്കുകയാണ്. തൊഴിലാളി യൂണിയൻ നേതാക്കൾ കേന്ദ്രമന്ത്രിമാരുമായി ചർച്ചകൾ നടത്തിയിട്ടും പലയിടങ്ങളിൽ ഹർജികൾ നൽകിയിട്ടും സമരങ്ങൾ ചെയ്തിട്ടും അനുകൂലമായ നീക്കങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. തൊഴിലാളികളെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പലരും മറ്റ് തൊഴിലുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. ചിലരാകട്ടെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സുകളിൽ വീട്ടുവേല ചെയ്യാൻ തുടങ്ങിയിരുന്നു. മറ്റു ചിലർ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട വിധിയെ പഴിച്ച് കൊണ്ടിരുന്നു. മുന്നോട്ടൊരു വഴിയും കാണാതെ പിന്തിരിയാൻ ഒരുങ്ങി നിന്നിരുന്ന ആ തൊഴിലാളികളുടെ അന്നത്തെ ബാംഗ്ലൂർ യോഗത്തിലേക്കും യൂണിയൻ നേതാവായ AKG കടന്നു വന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സാക്ഷാൽ AK ഗോപാലൻ അതുവരെ ആരും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു പോംവഴി അദ്ദേഹം അന്ന് മുന്നോട്ട് വെച്ചു. നഷ്ടത്തിലാണെന്ന പേരിൽ പൂട്ടാൻ പോകുന്ന ആ സ്ഥാപന ശൃംഖല പിരിച്ചുവിടപ്പെടാൻ പോകുന്ന അവിടുത്തെ തൊഴിലാളികൾ ഏറ്റെടുത്ത് നടത്തണം. യോഗത്തിലുണ്ടായിരുന്നവരെല്ലാം അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് പോലും എത്ര അകലെയായിരുന്നു AKGയുടെ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബോർഡ്, അതും മുതിർന്ന ഉദ്യോഗസ്ഥരും IASകാരും മാത്രം ഭരിച്ചിട്ടുള്ള ഒരു ബോർഡ് തീർത്തും സാധാരണക്കാരായ തൊഴിലാളികൾ എങ്ങനെ ഏറ്റെടുത്ത് നടത്താനാണ്? അതിന് സർക്കാർ അനുമതി ലഭിക്കുമോ? ലഭിച്ചാൽ തന്നെ അത്രയും വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത അടിസ്ഥാന വർഗ്ഗക്കാരായ തൊഴിലാളികൾക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉയർന്നു. അതിനെല്ലാം ഉത്തരമായി അവിടെ കൂടിയിരുന്ന സംഘടനാ പ്രവർത്തകരോട് AKG പറഞ്ഞു, തൊഴിലാളികളാണ് നിങ്ങൾ. തൊഴിലാളികൾ ലോകം ഭരിക്കേണ്ടവരാണ്. നിങ്ങൾക്കിത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്. ഈ സ്ഥാപനം നിങ്ങൾ നേരിട്ട് ഏറ്റെടുക്കണം, ഭരിക്കണം. മുതലാളിമാരില്ലാതെ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണം. വടക്കൻ മലബാറിലെ ബീഡി കമ്പനികൾ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ജീവിതം പെരുവഴിയിലാകേണ്ടിരുന്ന അവിശ്വ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ഉടമസ്ഥതയിൽ കേരള ദിനേശ് ബീഡി എന്ന വിപ്ലവകരമായ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നിലുണ്ടായിരുന്ന AK ഗോപാലിന് തന്റെ ആശയത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നില്ല. അക്കാലത്തിനുള്ളിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ മുഖമായി മാറിയിരുന്ന AKG പകർന്നു കൊടുത്ത പ്രവർത്തനത്തിൽ അന്നത്തെ സംഘടനാ യോഗം ആ സുപ്രധാന തീരുമാനമെടുത്തു. ബാംഗ്ലൂരിലെ ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളികൾ ഏറ്റെടുക്കും. അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിൽ സ്ഥാപനം തുടർന്ന് പ്രവർത്തനം ആരംഭിക്കും. സ്വതന്ത്ര ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി ആ തീരുമാനം മാറി.